പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാട് ഇവരെല്ലാവരെയും CPM-ന്റെ നേതൃത്വത്തെ മുഴുവൻ തന്നെ മുൾമുനയിൽ നിർത്തുന്ന സമീപനം, ആ സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും CPM എങ്ങനെ ആലോചിക്കുമെന്ന് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാം. കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനസംഘവും ഒക്കെ കേരളത്തിൽ വളർന്നു വന്നത് ഈ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ടാണ്. CPM കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ പാർട്ടിയുടെ രൂപീകരണം തൊട്ടുള്ള കാലഘട്ടത്തിൽ തൊട്ട് ശാരീരികമായും അല്ലാതെയും ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതലുള്ള കാലഘട്ടവർത്തകർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. CPM ആക്രമണത്തിന് വിധേയരായിട്ട് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്, അവരുടെ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങി, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഇതിനപ്പുറത്ത് ഒരു തെറ്റും അവരാരും ചെയ്തിരുന്നില്ല. പക്ഷെ ആ തെറ്റിന്റെ പേരിൽ, CPM-ന്റെ കണക്കിലുള്ള തെറ്റ്, ആ തെറ്റിന്റെ പേരിൽ അവരുടെ ജീവൻ ഇല്ലാതാക്കപ്പെട്ടു. വിശ്രമിച്ച് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെട്ടു. ഇപ്പോ CPM പുതിയൊരു തന്ത്രമെടുത്തിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ തളച്ചിടാൻ കഴിയുമോ എന്നുള്ള ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ വായ്പയെടുക്കുക അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കുക, ഇതൊക്കെ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വരുന്ന നിക്ഷേപമാണ് വായ്പയായിട്ട് നൽകുന്നത് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിക്ഷേപകൻ മടക്കി ചോദിക്കുമ്പോ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ബാങ്കിങ് ഇടപാടുകളിൽ നോൺ പെർഫോമിംഗ് അസറ്റ് NPA എന്നുള്ള പദപ്രയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ ബാങ്കുകളിലും, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വായ്പയും നിക്ഷേപവും തമ്മിലുള്ള അന്തരത്തിൽ വലിയ വ്യത്യാസം വരുമ്പോൾ ആ വ്യത്യാസം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ മാർഗനിർദ്ദേശം ഉൾപ്പെടെയുണ്ട്. ഈ സഹകരണ സംഘത്തിൽ, ഫാം ടൂറിസം സഹകരണ സംഘത്തിൽ, ആ സഹകരണ സംഘത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 6 കോടി രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. 6 കോടി രൂപയുടെ ബാധ്യത. അത് അവിടുത്തെ ആകെ ഇടപാടുകളുടെ വളരെ ചുരുങ്ങിയ ഒരു ശതമാനമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പുകൾ, കരുവന്നൂരിൽ 300 കോടിയായിരുന്നു തട്ടിപ്പ്. നമ്മുടെ ശ്രീ തിരുമല അനിലിന്റെ സൊസൈറ്റിയുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റില്ല. 300 കോടിയുടെ വെട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത്. നമ്മുടെ തൊട്ടടുത്ത് കണ്ടല, കാട്ടാക്കടക്കടുത്ത് കണ്ടലയിൽ CPI നേതാക്കന്മാരുടെ ബാങ്കിൽ 57 കോടിയുടെ വെട്ടിപ്പാണ് നടന്നത്. വെള്ളനാടില് അരുവിക്കരയിൽ മുണ്ടേല സഹകരണ സംഘത്തിൽ 30 കോടി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സംഘം 30 കോടിയുടെ വെട്ടിപ്പാണ് നടന്നത്. പക്ഷേ നമ്മളാരും കേട്ടിട്ടില്ല കരുവന്നൂരിലെ CPM നേതാവായിട്ടുള്ള ബാങ്ക് പ്രസിഡന്റിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വരുത്തി വായ്പയുടെ നിക്ഷേപകരായിട്ടുള്ള ആളുകളുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. കണ്ടലയിലെ CPI നേതാക്കന്മാരെ ആരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തണമായിരുന്നെങ്കിൽ ആ കണ്ടലയിലെ പരാതിക്കാരായിട്ടുള്ള നിരവധി ആളുകൾ എന്നെ നേരിട്ട് കാണാൻ വന്നിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതികൾക്ക് ഒരു പ്രതികരണവും ഉണ്ടായില്ല. പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ആ പരാതി വാങ്ങിവെക്കും. ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും ഭാരവാഹികളും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള തലത്തിൽ നാട്ടിൽ നിർബാധം വിഹരിക്കുകയായിരുന്നു. കണ്ടലയില്
ഒരു കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്നതിന്റെ പേരിലാണ്. സഹകരണ സംഘങ്ങളിൽ ഇതുപോലെയുള്ള പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതിന് നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. പോലീസിന്റെ മുന്നിൽ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ള പേരിൽ പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കുന്നതിനും നിയമാനുസൃതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. കരുവന്നൂരിൽ നടന്ന തട്ടിപ്പ്, ആ തട്ടിപ്പ് ഇല്ലാത്ത ആളുകളുടെ പേരിൽ വായ്പയെടുത്ത് ആ വായ്പയുടെ അംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയതിന്റെ തെളിവുകൾ വന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്ന് 2.5 വർഷക്കാലം അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്താത്ത സർക്കാരാണ് ഇടതുമുന്നണിയുടെ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ. അവസാനം ED വരേണ്ടി വന്നു. അവിടെ അന്വേഷണം നടക്കുന്നു. അവിടെ കൈക്കൂലി, കള്ളപ്പണം അങ്ങനെയുള്ള നടന്നു. ഫാം ടൂറിസം സൊസൈറ്റിയുടെ പേരിൽ അങ്ങനെയുള്ള ഒരാരോപണമില്ല. ശ്രീ അനിലിന്റെ ബന്ധുക്കൾക്കാർക്കെങ്കിലും അദ്ദേഹം വായ്പ കൊടുത്തു എന്നുള്ള ആരോപണമില്ല. പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വായ്പ അനുവദിച്ചു എന്നുള്ള ഒരു സൂചനയും എവിടെയും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. കരുവന്നൂരിലും കണ്ടലയിലും ഒക്കെ നടന്നതുമായിട്ട് ഒരു താരതമ്യവും ഇല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി. ആ സാമ്പത്തിക പ്രതിസന്ധി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെ ഒരു അവസരമാക്കാൻ തീരുമാനിച്ചു. അതാണ് ശ്രീ കരമന ജയൻ സൂചിപ്പിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിലായപ്പോൾ, അഴിമതി കാണിച്ച കോർപ്പറേഷൻ കൗൺസിലറെ കൈയോടെ പിടികൂടിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു അറ്റകൈ പ്രയോഗം നടത്താൻ തീരുമാനിച്ചു. ആ അറ്റകൈ പ്രയോഗത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം പോലീസിനെ കൂട്ടുപിടിച്ചു. ആ പോലീസ് ഭരിക്കുന്ന കാലത്തൊക്കെ CPM-ന്റെ പിടിയാളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് കുറെ ഉദ്യോഗസ്ഥന്മാർ. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പോലീസുകാർക്കെതിരായിട്ട് ഇത്രയധികം പരാതികൾ ഉയർന്നു വന്നിട്ടും ഒരു അന്വേഷണം പോലും, ഒരു വകുപ്പിന്റെ അന്വേഷണം പോലും നടത്താതെ അവരെ എല്ലാവരെയും സംരക്ഷിച്ച് നിലനിർത്തുന്നത്. ഒരു ADGP തൊട്ട് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ പോലീസ് സ്റ്റേഷനുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനാണ് ഏതൊക്കെ കേസുകളിൽ, ഏതൊക്കെ പരാതികളിൽ എന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനമെടുക്കുന്നത്. അവിടുത്തെ SIO അല്ലെങ്കിൽ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാരോ അവർക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല. പാർട്ടി ഫ്രാക്ഷൻ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ള പരിമിതമായിട്ടുള്ള അധികാരം, ആ അധികാരം മാത്രമാണുള്ളത്. അപ്പോ തിരുമലനെതിരായിട്ട് നിക്ഷേപകനായിട്ടുള്ള ഒരാള് അത് ഞാൻ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്നുള്ള പരാതി കൊടുത്തപ്പോൾ ആ പരാതി ആയുധമാക്കിക്കൊണ്ട് ഒരു സാധാരണ വളരെ ശാന്തശീലനായിട്ടുള്ള, എന്നാൽ അഴിമതിക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള ചില ആളുകൾ എന്നോട്, ഈ സംഭവം നടക്കുന്ന കാലത്തൊന്നുമല്ല, അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൗൺസിലർമാരായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ പോലും അനിലിന്റെ പേര് എന്നോട് സൂചിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരെ എനിക്കറിയാം. അങ്ങനെ അഴിമതി അല്പം പോലും കാണിച്ചിട്ടില്ലാത്ത ഒരാൾ, സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ലാത്ത ഒരാൾ, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് തന്റെ നിയന്ത്രണത്തിനുള്ള സഹകരണ ബാങ്കിനെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോള് വരുമ്പോ അദ്ദേഹത്തിന് ഒരുപക്ഷെ തൊലിക്കട്ടി കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ സാമാന്യ ഭാഷയിൽ പറയും. അദ്ദേഹത്തിന് ഒരുപക്ഷെ
ഇദ്ദേഹത്തിന്റെ ആത്മാഭിമാനം, അങ്ങനെയുള്ളൊരു കോൾ, അങ്ങനെ ഒരു വിളി, ആ വിളി അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു വിളിയായിരുന്നു. അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ നടത്തുന്ന ശ്രമം, ഈ ശ്രമം വിജയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഞങ്ങൾ അനുവദിക്കില്ല. മരണപ്പെട്ട വ്യക്തിയെ വ്യക്തിഹത്യ നടത്താൻ ജീവൻ നൽകിയ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തതിൽ വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ ജീവൻ ബലിയർപ്പിക്കാൻ തീരുമാനിച്ച, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഴിമതികൾ മുഴുവൻ മൂടിവെക്കാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാര് അവരുടെ മുഴുവൻ അഴിമതിയും ആയിട്ട് ഞങ്ങൾ വലിച്ചു പുറത്തിടും. നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇവിടുത്തെ കൗൺസിലർമാരുടെ ഓരോരുത്തരുടെയും ആസ്തി ഈ ഒരാളുടെയാണല്ലോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. CPM-ന്റെ കൗൺസിലർമാരുടെ ആസ്തി പരിശോധിച്ച് ആസ്തിയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ CPM തയ്യാറുണ്ടോ? നിങ്ങൾ വലിയ മാന്യന്മാരാണ്, നിങ്ങൾ അഴിമതി രഹിതരാണ്. നിങ്ങൾ അഴിമതി രഹിതരായതുകൊണ്ടാണ് ഒരാൾ കൈക്കൂലി വാങ്ങിയപ്പോ അയാൾ രാജിവെപ്പിച്ചത് എന്നാണ് നിങ്ങളുടെ ന്യായമെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? അതുകൊണ്ട് മരണത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. അനിലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അനിലിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് പുറത്തു വരണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ചെന്നായയുടെ സ്വഭാവം, ശവന്തീനിയുടെ സ്വഭാവം, ആ ശവന്തീനികളായിട്ട് മാറുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഈ സ്വഭാവം അവസാനിപ്പിക്കണം. കാരണം നിങ്ങളുടെ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും ഈ നാട്ടിൽ സംഘടനാ പ്രവർത്തനവും വളർത്തി അത് ഉണ്ടാക്കി അങ്ങനെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഈ വെയിലിൽ വാടുന്നവരല്ല ഭാരതീയ ജനതാ പാർട്ടി. ഇതിനേക്കാൾ വലിയ തീജ്വാലകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളെ തളർത്താൻ ഇതുപോലെയുള്ള ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ ഓച്ചാലിച്ചു നിൽക്കുന്ന നിങ്ങളുടെ രീതി, ആ രീതി ഉപയോഗിച്ചുകൊണ്ട് BJP-യുടെ പ്രവർത്തകർക്കെതിരായിട്ട് തിരിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോലീസാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ കരുതാത്ത ഒരു സാഹചര്യം വരും. നിങ്ങൾ പോലീസാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോലീസ് ആയതുകൊണ്ട് നിയമവും നീതിയും അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാൻ വന്നാൽ ഞങ്ങള് അത് അനുവദിക്കില്ല. ഇതുപോലെയുള്ള ആത്മഹത്യകൾ ആദ്യമായിട്ടല്ല നടക്കുന്നത്. നമ്മുടെ കടകംപള്ളിയിൽ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ജയശങ്കർ ആത്മഹത്യ ചെയ്തിട്ട് 3-4 വർഷമായി. നമ്മളാരും കേട്ടിട്ടില്ല ഇതിൽ ആത്മഹത്യാ കുറിപ്പിനെ പറ്റിയിട്ട്. നമ്മളാരും കേട്ടിട്ടില്ല അവിടെ നൽകിയിട്ടുള്ള മൊഴികളെ പറ്റിയിട്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വക്കത്ത് ഒരു അനിൽകുമാർ, CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതുവരെ FIR-നെ കുറിച്ച് വിവരമില്ല. ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുള്ള ഡയറിയെ കുറിച്ച്, ആ അനിൽകുമാറിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഡയറിയിലുള്ള വിവരങ്ങളില്ല. അനിൽകുമാർ എന്ന് പറയുന്ന വക്കം സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ ആ കുറിപ്പിൽ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഇവിടെ അനിലിന്റെ കുറിപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുക. മാധ്യമങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് പോയിട്ട് എടുത്തതാണ്. അപ്പൊ ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തും, ശ്രീ അനിലിനെ അപകീർത്തിപ്പെടുത്തും. അതിലെഴുതിയിരിക്കുന്ന ഒരു വാചകം, എനിക്ക് നേരിട്ട് എനിക്ക് ബന്ധമുള്ള ആൾക്കാർ, സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ ഒരു സെന്റൻസ് ആണ്. പക്ഷെ ആ സെന്റൻസിനെ, ആ വാചകത്തെ
പോലീസ് മാധ്യമങ്ങൾക്ക് പോലീസ് പറഞ്ഞു കൊടുത്തോ അതോ AKG സെന്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂളായിട്ട് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. BJPക്കെതിരായിട്ട് പരാമർശം. എല്ലാ ബാങ്കുകളിലും ബാങ്ക് പ്രസിഡന്റുമാര് അവര് വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ വിശ്വാസമുള്ള ആളുകൾക്കാണ് അവർ തിരിച്ചടക്കും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ കൊടുക്കുന്നത്. അത് ചിലപ്പോൾ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിന്ന് വരാം. അപ്പോ അങ്ങനെ വായ്പ നൽകിയ ആളുകളെ അവരോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അനിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശം, ആ പരാമർശമാണിപ്പോ വലിയ വാർത്തയാവുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മറ്റ് ആത്മഹത്യകളെ കുറിച്ച് ഇത്രയും ശുഷ്കാന്തി 1.5 ദിവസം കൊണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന കേരള പോലീസിന്റെ ഈ ശുഷ്കാന്തി കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയ യജമാനന്മാർ ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് ഇന്നത്തെ യജമാനൻ നാളെ യജമാനാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ യജമാനന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നതിന് പകരം നിയമത്തിന്റെയും നീതിയുടെയും ഭരണഘടനയുടെയും കാവലാളായിട്ട് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അവര് ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ വേട്ടയാണ് ഇതിനു വേണ്ടിയിട്ട് CPM നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് കൂട്ടുനിന്ന് നിൽക്കുന്നത് നിങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭരണഘടനയുടെ അവഹേളനമാണ്. ഭരണഘടനയെ അവഹേളിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ. വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ, വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ മാത്രമാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അടവുകൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാവരുത് പോലീസ്. പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണം. ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട്, എന്താണ് ശ്രീ അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം. ആ സാഹചര്യം പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കട്ടെ, വിവരങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ. ഒരു കാര്യം ഞങ്ങൾ പറയാം, കരുവന്നൂരിൽ അന്വേഷണം നടത്താൻ ഇടപെട്ടപ്പോ, അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോ ആ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് CPM ശ്രമിച്ചത്. ഞങ്ങൾ അന്വേഷണം തടസ്സപ്പെടുത്താൻ വരില്ല. ഞങ്ങൾക്ക് അന്വേഷണം തടസ്സപ്പെടുത്താൻ ആവശ്യമില്ല. വസ്തുതകൾ പുറത്തുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കരുവന്നൂരിലെ CPM മോഡൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനം ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല. വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. CPMന്റെ രാഷ്ട്രീയ വേട്ട, ആ വേട്ട അവസാനിപ്പിക്കണം എന്ന് CPMന്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നാളെ ഈ ഭാഷ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല മറ്റു പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഷ ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. ആ ഭാഷ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയരുത് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കരുതിയിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ചില്ലുകൂട്ടിലിരുന്ന് കല്ലെറിയാൻ ശ്രമിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കടമ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.